എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് രവീന്ദ്രൻ രാവിലെ നടക്കാൻ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ്. വരണ സമയത്ത് ചന്ദ്രമതി ഭയങ്കര അഹങ്കാരത്തോടു കൂടി അവിടെ ഇരിക്കുവാണ് ഹാളില്. ആ ഇരിപ്പും വട്ടവും കണ്ടപ്പോൾ രവീന്ദ്രന് നല്ല ദേഷ്യം വന്നു. രവീന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല, നിനക്ക് ആ രേവതിയുടെ ആഭരണങ്ങൾ അങ്ങ് കൊടുത്താൽ എന്താ കുഴപ്പം? പാവം, അത് കഴുത്തേലും കയ്യിലും ഒന്നും ഇടാതെ നടക്കുന്ന കണ്ടോ? താലിമാല പോലും ഇല്ലാതെ എല്ലാം നടക്കണമെന്ന് ചോദിക്കാം. ഓഹോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അഹങ്കാരം കാണുമല്ലേ? അവളല്ലേ അത് ഊരി അവിടെ ഇട്ടേച്ചു പോയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട, എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന എല്ലാം മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഭർത്താവ് ഉണ്ടാക്കുന്നതാണോ അവിടെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഇപ്പൊ ഒരു മഞ്ഞച്ചാട്ടം കെട്ടിക്കൊണ്ട് നടക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ അങ്ങനത്തെ ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതെ, അവള് മാല ഇട്ടുകൊണ്ട് നടക്കുന്നു, എനിക്ക് ഒരു നിർബന്ധവും ഇല്ലെന്ന് പറയണം. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ചന്ദ്രൻ നീ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് അന്യായമാണെന്ന് പറയണം. എല്ലാരും അവളോട് ചോദിക്കാണ്ട് തുടങ്ങി. എന്ത് ചെയ്യുന്നു? ഓ, അങ്ങനെ ചോദിച്ചപ്പോ അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അവളുടെ അമ്മായിമ്മ എടുത്ത് മേടിച്ചു വെച്ച് കാണിരിക്കുന്നത്. അവളുടെ സ്വഭാവം അതാണല്ലോ, അങ്ങനെ അവള് ചെയ്യത്തുള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രൻ പറഞ്ഞു, അതിന് നിന്റെ സ്വഭാവം അല്ല അവളുടെ. അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞ ഞാൻ എന്റെ ചെവികൾക്ക് കേട്ടാ. എന്താ പറഞ്ഞെന്നറിയാവോ? എന്റെ അമ്മ അങ്ങനെയും ചെയ്യത്തില്ല, മാലയുടെ ഒരു കണ്ണി വിട്ടുപോയിട്ട് അത് വിളക്കിക്കാൻ കൊടുത്തേക്കുവന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേങ്കില് നിന്റെ ഈ ചീഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, ഇതെന്നും മാറും ചന്ദ്രേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതിപ്പോ അല്ലേലും അങ്ങനെയാ, നിങ്ങൾക്ക് എന്റെ സ്വഭാവം ഇനി പിടിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, അല്ലെങ്കിലും അവൾ എന്തിനാ ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതിനുള്ള ഭാഗ്യമൊക്കെ അവളുടെ വീട്ടുകാർക്കുണ്ടോ? അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഇല്ലല്ലോ, അഷ്ടയ്ക്ക് ഭാഗ്യമില്ലാത്തവരാ, എന്നിട്ട് ആഭരണം ഇട്ടുകൊണ്ട് നടക്കണം പോലും. അതുപോലെയാണോ ഇപ്പൊ ശ്രുതിയുടെയും വർഷയുടെയും വീട്ടിൽ നിന്ന്? അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ തന്നിരിക്കുന്നത്? ഇവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം തന്നോ? അങ്ങോട്ട് ഇട്ട് കെട്ടിക്കൊണ്ട് വരുമല്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവളുടെ അഹങ്കാരത്തിന്റെ ഒരു കുറവില്ല എന്ന് പറയുമ്പോഴത്തേനാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രേവതി കേട്ടി പറയുന്നതൊക്കെ. രേവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് പണം ഇച്ചിരി കുറവുണ്ടായിരിക്കും, പക്ഷെ അഭിമാനത്തിന് കുറവൊന്നും ഇല്ലാന്ന് പറയാം. ഇപ്പൊ മാല ഇടാനുള്ള ഇതില്ലെങ്കിൽ മഞ്ഞച്ചാറിടാനുള്ള ഞങ്ങൾ കെട്ടിക്കൊണ്ട് നടക്കും, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ആളുടെ മുന്നിൽ ഞങ്ങൾ കൈ നീട്ടാൻ പോകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അവരുടെ ഒരു നാക്കിന്റെ ഇത് കണ്ടോന്ന് പറയണം. പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്ര അവളോട് വഴക്കുണ്ടാക്കാൻ പോണേ? നീ ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുക്കുക മോളെ, ആ ആഭരണമൊക്കെ വാങ്ങിച്ച് അണിയാൻ പറയണം. വേണ്ടച്ചാ, വേണ്ട, എനിക്ക് എന്റെ ഭർത്താവ് വാങ്ങിച്ചോണ്ട് തരും, ആ സമയത്ത് ഞാൻ ഇടുന്നുള്ളെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് രേവതി പറഞ്ഞു, എപ്പോഴെങ്കിലും എന്റെ ഭർത്താവ് വാങ്ങിച്ചു തരുമല്ലോ, ഞാനത് ഇട്ടോളാന്ന് പറയാം. പിന്നെ വാങ്ങിച്ചു തരും, നിന്റെ ഭർത്താവിനെ മന്തി ഷോപ്പിൽ കൊടുക്കാനായിട്ട് പൈസ കഴിയത്തില്ല, പിന്നെയാണ് നിനക്ക് ഇനി ആഭരണം മേടിച്ചു തരാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നിനക്ക് എന്തെങ്കിലും മേടിച്ചു തരുമായിരിക്കും, അപ്പോഴേ ഇട്ടാൽ മതിയായിരിക്കും നീ എന്ന് പറയണം. അല്ലാതെ ഇവന്റെ കയ്യിൽ എവിടുന്നാ പൈസ ഇരിക്കുന്നത്? കാർ ഓടിക്കാൻ പോയിട്ട് ഇവൻ സ്വർണ്ണമാല മേടിച്ചോണ്ട് തരാനായിട്ട് പോകുന്നു. നല്ല കഥയായി. അത് നോക്കിയിരിക്കുന്ന നീ വേണം. നല്ല നോക്കിയിരുന്നോ, വേറെ കുഴപ്പമൊന്നുമില്ല, നോക്കിയിരിക്കാലോ. മഞ്ഞച്ചാട്ടം കെട്ടി ഇങ്ങനെ നടന്നോളാൻ പറയണം. ഇത് കേട്ടപ്പം രേവതിക്ക് ദേഷ്യം വന്നു. രേവതി പറഞ്ഞു, അതെ, അത്ര കളിയാക്കൊന്നും വേണ്ട സച്ചേണ്ണെ, കാർ ഓടിക്കാൻ പോയാലും അതിനകത്തുനിന്ന് വരുമാനം കിട്ടും, എന്താണല്ലോ ഉറപ്പായിട്ടും എന്റെ സച്ചേണ്ണ എനിക്കായിട്ട് വാങ്ങിച്ചോണ്ട് തരും അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതെ, ഞാൻ വാങ്ങിച്ചോണ്ട് തരൂന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, എത്ര നാളായടാ അവളിങ്ങനെ മഞ്ഞച്ചാടും കെട്ടിയിട്ടിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അവൾക്കൊരു താലിമാല എങ്കിലും മേടിച്ചു കൊടുക്കണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, മേടിച്ചു കൊടുക്കണോ വെച്ചാ വാങ്ങിക്കണം എന്നൊക്കെ പറയണം. ചന്ദ്രമതി കളിയാക്കി ചിരിക്കുക. എപ്പം മേടിച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ്. രേവതിക്ക് നല്ല വിഷമം വന്നു. പക്ഷെ രേവതി പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല. രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം സുധി റെസ്റ്റോറൻറ്റില് ഒരു സൈഡിലേക്ക് ഫോണും കൊണ്ട് പതുക്കെ വന്നു. ആ ഫോണിനകത്ത് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ച കൊണ്ടാണ് അവിടുത്തെ വേറെ സ്റ്റാഫ് വരുന്നത്. ആഹാ, ഇവിടെ മാറി നിൽക്കുവാണ് നിൽക്ക് ഫോൺ നോക്കിക്കൊണ്ട്. അതെ, ഞാൻ ഒരു റെസ്യൂമെ 2-3 കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വല്ല ജോലിയുടെ വല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഇന്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടിട്ട്. അത് നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുതലാളി ഇപ്പൊ കണ്ട ഇത് മതി, ഇനി പറപ്പിക്കാന്ന് പറയണം. അല്ല, ഇപ്പൊ തിരക്കൊന്നുമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇവിടെ ജോലിയുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മുതലാളി ആദ്യം വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ ഇവിടെ ജോലി ചെയ്യണമെന്ന്. അതെ, എനിക്ക് ഈ ജോലിയൊന്നും പറ്റുന്ന കാര്യമില്ല. ഈ സപ്ലയർ ആവാനോ വെയിറ്റർ ആവാനായിട്ടോ ഉള്ള പഠിത്തമൊന്നുമല്ല ഞാൻ പഠിച്ചിരിക്കുന്നു പറയണം. എനിക്ക് 6-7 ഡിഗ്രി ഉണ്ട്, അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, 6-7 ഡിഗ്രി ഉണ്ടായിട്ടുണ്ടാ പ്രയോജനം ഇരിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ് ഗുസ്തിയാ, നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ഒരേ ജോലിയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും സുധിയുടെ മുഖം അങ്ങോട്ട് താണു. എന്തേലും പറയാനുണ്ടോ? അപ്പോഴേക്കുമാണ് മാനേജർ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്താ നിങ്ങൾ? അവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടല്ലേ, പോയി ഓർഡർ ഒക്കെ എടുക്കാൻ പറയണം. അങ്ങനെ സുധി ഓർഡർ എടുക്കാൻ ചെല്ലുവാണ്. ഓർഡർ എടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് സുധിയോട്,
എന്തൊക്കെയാ ഫുഡ് കഴിക്കാനുള്ളതെന്ന് ചോദിക്കണം. അപ്പൊ സുധി ഒരു നീണ്ട നിര അങ്ങോട്ട് പറയണം. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മസാല ദോശ, നെയ്റോസ്റ്റ്, അങ്ങനെ നീണ്ട നിര അങ്ങോട്ട് പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, രണ്ട് മസാല ദോശ ഇങ്ങ് എടുക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ വാങ്ങിച്ചോണക്ക് ചെന്നിട്ട് മസാല ദോശയുടെ കാര്യം ഓർഡർ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, മസാല ദോശ തീർന്നു പോയെന്ന് പറയണം, ഇനിയിപ്പം 4 മണി കഴിയണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ തന്നെ അതും കൂടെ പോയി പറ അയാളോട്, ഞാനാണ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുമെന്ന് പറയണം. അങ്ങനെ അവസാനം അയാൾ എന്ത് ചെയ്യണം, അവിടുത്തെ സപ്ലയർ അവരോട് എന്ന് പറയാം, അതെ സാർ മസാല ദോശ തീർന്നു പോയെന്ന് പറഞ്ഞിട്ട് 4 മണി കഴിയും ഇനിയിപ്പോൾ ആവണമെങ്കിൽ എന്ന് പറയണം. അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ ഓർഡർ എടുക്കുന്ന ആളെ വെയിറ്റർ പറഞ്ഞേ, അയാൾ പറഞ്ഞ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ഇതൊന്നും അറിയാത്തവനെയാണ് ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് ചൂടാവാണ് കിടന്നുകൊണ്ട്. അപ്പോഴേക്കും ഓണർ അങ്ങോട്ടേക്ക് വന്നു. ഓണർ എന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാര്യങ്ങൾ പറയണം. അവനെ അങ്ങ് വിളിക്കുക, ആ ഓർഡർ എടുത്തവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. സുധി അങ്ങോട്ടേക്ക് വന്നു. സുധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എടാ തനിക്കൊന്നും അറിയത്തില്ല, താനിവിടെ എന്ത് കാണിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കടയ്ക്കുള്ളിൽ എന്തൊക്കെ കഴിക്കാണെന്ന് കൊടുക്കാണെന്ന് പോലും അറിയത്തില്ല, എന്നിട്ട് ഇവനെ പോലുള്ളവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, വേണ്ടെങ്കിൽ പണി നിർത്തിയിട്ട് പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയാണ്. ആ സമയം ഓർഡർ പറഞ്ഞു, അയ്യോ സാർ ക്ഷമിക്കണം, ഇത് പുതിയതായിട്ട് വന്നോളൂ, പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നോളൂ എന്ന് പറയണം. എന്ത് കാര്യങ്ങൾ പഠിച്ചാണെങ്കിൽ ഇവനെ പോലെ അഹങ്കാരം ഉള്ളവനെയൊക്കെ കടയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവടം കൂടെ മുടങ്ങും, അതുകൊണ്ട് ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറിപ്പോവാണ്. അപ്പോഴേക്കാണ് ശ്രുതിയുടെ കോള് വരുന്നത്. ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞില്ല, കഴിച്ചില്ല. അതെ നിങ്ങളുടെ അവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞേ, നല്ല റെസ്റ്റോറൻറ്റ്, അവിടെ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം കേട്ടോ, വിശന്നിരിക്കല്ലോ എന്നൊക്കെ പറയണം. ശരി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് വന്ന കസ്റ്റമേഴ്സിന്റെ കയ്യെ കാലെ പിടിച്ച ഒരു വിധത്തില് മാനേജർ സമ്മതിപ്പിച്ചെടുത്തു. കാരണം കസ്റ്റമേഴ്സ് പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഓരോരുത്തർ പറഞ്ഞ് പിന്നെ ആ കടയിലേക്ക് പോലും ആൾക്കാർ കയറാതാവുമല്ലോ. അപ്പൊ അവരെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ട അയാളുടെ ആവശ്യമാണല്ലോ. ഈ സമയം സുധിയാണ് പോയി മാറി നിൽക്കുക, ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള രീതിയിൽ. സുധിക്ക് ഒന്നാമത്തെ കാര്യം ഈ ജോലിയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് സുധി അങ്ങനെയൊക്കെ കാണിക്കുന്നത് തന്നെ. പിന്നീട് സച്ചിയാണ് ആകെപ്പാടെ വിഷമിച്ചാണ് കാർ ഷെഡിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ കാർ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ബാക്കി ഡ്രൈവർമാരെല്ലാം കൂടിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി നിൽക്കുന്നുണ്ടപ്പോൾ സച്ചി പെട്ടെന്ന് ഓർത്ത്, അയ്യോ ഇന്ന് ചിട്ടി കിട്ടുന്ന ദിവസമാണല്ലോ, കുറെ ഇടുന്ന ദിവസമാണല്ലോ എന്ന് ഓർക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അവിടെ ഉള്ളവരോട് പറഞ്ഞു, അതെ നിനക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ആന്റണിക്ക് പൈസ കൊടുക്കണം, കുറച്ച് പൈസ കൊടുക്കാണ്ട്, അവന്റെ പലിശ മുതലും തീർത്ഥം കൂടെ കൊടുത്തേക്കുവാണ്, പിന്നെ ഇനി അതിന് പുറകെ നടക്കണ്ടല്ലോ, അവന്റെ ശല്യം ഉണ്ടാകത്തില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഒരുത്തം പറഞ്ഞു, അത് ശരിയാ, അവന്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാവെന്ന് പറയണം. അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സച്ചി എല്ലാരും കൂടെ എന്താ ഒരു കൂട്ടം. അപ്പത്തേനും മഹേഷ് ചിട്ടി ഇടാനായിട്ട്, ഓ ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി, ആർക്കെങ്കിലും പൈസ ആവശ്യമുണ്ടോ എടുത്തോട്ടോ എന്ന് പറയണം. അപ്പൊ അതാ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ മഹേഷിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവണം. മഹേഷ് എന്താ സച്ചി നിനക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടേ? ഇല്ല, ഒരു കാര്യം സച്ചി നീ എടുത്തോളം പറയണേ, ഞാൻ പിടിക്കാൻ നിർത്തിരുന്ന, പക്ഷെ എനിക്ക് വേണ്ട, നീ എടുത്തോളം പറയണം. സച്ചി പറഞ്ഞല്ല, വേറെ ആർക്കെങ്കിലും ആവശ്യം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം, നീ എടുത്തോ, കാരണം ഇന്ന് വരെ നീ ചിട്ടിയിടുന്ന സ്ഥലത്തേക്ക് പോലും വന്നിട്ടില്ല, ആര് വെള്ളം എടുത്തോട്ടെ എന്നുള്ള രീതിയായിരുന്നു, ആദ്യമായിട്ടാ നീ ഇങ്ങനെ ആഗ്രഹം പറയണേ. എന്താടാ സച്ചി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം. ഒന്നുമില്ല, പിന്നെന്താ കാര്യം? അത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എൻ്റെ ഭാര്യയുടെ താലിമാല വരെ അമ്മ മേടിച്ചു വെച്ചോക്കുക, അപ്പൊ അവൾക്കൊരു താലിമാല മേടിച്ചു കൊടുക്കാണ്ടാ, എല്ലാവരുടെ മുന്നിൽ അവളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക, ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗമില്ല, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ടതും മഹേഷോട്, അതാണോ കാര്യം, നീ കൊണ്ടേ അവൾക്ക് താലിമാല മേടിച്ചു കൊടുക്കുക, അവൾക്ക് സന്തോഷമാവട്ടെ എന്നൊക്കെ പറയണം. പിന്നെ സച്ചിനും താങ്ക്സ് എന്ന് പറയണേ, താങ്ക്സ് ഒന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ചെല്ല, പോയി താലിമാലയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ല, രേവതിക്ക് സന്തോഷമാവും, പിന്നെ നിന്റെ അച്ഛനാണെങ്കിലും സന്തോഷമാവല്ലേ, എത്ര നാളെന്ന് വെച്ചാടാ മഞ്ഞച്ചാടും കെട്ടിക്കൊണ്ട് നടക്കുന്നേ, അവരെ കാണുമ്പോൾ അവർക്കും വിഷമല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് സച്ചി വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് നല്ല വിഷമമുണ്ടായിരുന്നു രേവതിയുടെ ഉള്ളില്. കാരണം വഴി കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ മഞ്ഞച്ചാട്ട് കഴുത്തെ കെട്ടിയിട്ടുണ്ട് നടക്കണേന്ന്. പക്ഷെ അത് പുറത്താരും പറയാൻ പറ്റില്ലോ, അതുകൊണ്ട് മാത്രം കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. അങ്ങനെ സച്ചി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അമ്മ എന്തേന്ന് ചോദിക്കാം, ഇവിടെ എങ്ങോട്ടുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ട് വന്നു, എന്താടാ നീ ഇവിടെ കിടന്ന് അലറുന്നേന്ന് ചോദിക്കാം. ഓ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. പിന്നീട് ശ്രുതിയെയും വർഷയെയും ശ്രീകാന്തിനെ എല്ലാവരും കൂടെ വിളിക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചു പറഞ്ഞു, ഇവിടെ ചിലരൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, എന്റെ ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കാനുള്ള ആസ്തി എനിക്കില്ലാന്ന്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടാ, നീ ആ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നിട്ട് നിനക്ക് അതുകൊണ്ട് വല്ല പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നും കിട്ടുന്നില്ലോ, അതുകൊണ്ടാ പറഞ്ഞേ നിന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്ന് പറയണം. നിന്റെ ഭാര്യയ്ക്ക് ഒരു തരി പൊന്നു മേടിച്ചു കൊടുക്കാനായിട്ട്, അതൊക്കെ ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ശ്രുതിനെയും വർഷനെ കണ്ടുപിടിക്കുക. കോടീശ്വരന്മാരുടെ പിന്നെ മക്കളവരൊക്കെ. അതുകൊണ്ട് അവർക്കൊന്നും പുത്തിരിയായിട്ടുള്ള കാര്യമില്ല. ഇഷ്ടം പോലെ സ്വർണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നിന്റെ ഭാര്യയ്ക്കോ ഒന്നുമില്ല. നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ടാവാനടാ? അതുപോലെയുള്ള വീട്ടിൽ നിന്നല്ലേ നീ കെട്ടിക്കൊണ്ട് വന്നേ. അങ്ങനെ സ്വത്തും പണവും കിട്ടണമായിരുന്നെങ്കിൽ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. സച്ചി പറഞ്ഞു, ഓഹോ അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്ര ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ചോദിക്കുക. ഇത് കേട്ട് സച്ചി പറഞ്ഞു, അന്നെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ ഞാൻ അങ്ങോട്ട് മാറ്റി തന്നേക്കാന്ന് പറയണം. തെറ്റിദ്ധാരണ മാറ്റി തരാനാ? അതെ, ഞാനേ എൻ്റെ ഭാര്യയ്ക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്താന്ന് നോക്കാൻ പറയണം. പെട്ടെന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തിവെളി നോക്കുക. നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ സ്വർണ്ണമാല, പെട്ടെന്ന് ആ സ്വർണ്ണമാല പുറത്തേക്ക് ഇങ്ങ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ പറഞ്ഞേ? ഞാൻ ഇവൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലെന്ന്. അമ്മേ, ഡ്രൈവർ പണി കൊണ്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അമ്മയ്ക്ക് എപ്പോഴും കുറെ പണവും അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പറ്റുള്ളൂന്നാ. ഈ അധ്വാനിച്ച് നടക്കുന്നവർക്കും മേടിക്കാനൊക്കെ പറ്റും. ഡെയിലി പണിക്കാരാണെങ്കിൽ എവിടെയെങ്കിലും ചിട്ടിയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാതെ പോയത് അമ്മയാന്നൊക്കെ പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതിയുടെ മുഖം കൂടി മാറി. ഈ സമയം ശ്രുതിയും കൂടെ അത്ഭുതത്തോടെ നോക്കണം. വർഷ പറഞ്ഞു, ഇത് സൂപ്പർ ആയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, നല്ല താലിമാലയാണല്ലോ രേവതി ചേച്ചി എന്ന് പറയണം. ഈ സമയം രേവതി ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. ഇന്നലെ വരെ തന്റെ ഭർത്താവിനെ പുച്ഛിച്ച് തള്ളിയവരാണ് എല്ലാവരും. പക്ഷേങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് തന്റെ ഭർത്താവ് അങ്ങനെ ആദ്യമായിട്ട് തനിക്ക് സ്വർണ്ണമാല മേടിച്ചുകൊണ്ട് തന്നിരിക്കുന്നു. ഇനിയിപ്പോൾ പടിയെ ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ചു തരും എന്നൊരു കാര്യത്തിൽ രേവതിക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു. രേവതിക്ക് സന്തോഷമായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.